ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് മാറ്റങ്ങളുടെ രസതന്ത്രം. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അതായത് ഫസ്റ്റ് 3 ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. 1, 2, 3 എന്ന് പറയുന്നത് കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് ആണ്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് കഴിഞ്ഞ പഴയ ടെക്സ്റ്റ് ബുക്കിലായിരുന്നു. ഇത് കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ മോഷൻ ആൻഡ് ഫോഴ്സ് ഉണ്ട്, പ്രഷർ മർദ്ദം, ആ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിലേക്ക് പോകാം, മാറ്റങ്ങളുടെ രസതന്ത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയുടെ സെക്ഷനിൽ നിന്ന് വരുന്ന ആദ്യത്തെ, അതായത് നമുക്കറിയാം 7ാം ക്ലാസ് വരെ നമുക്ക് എല്ലാം കോമൺ ആയിട്ട് പഠിക്കുന്നുണ്ട്. 8 തൊട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫിസിക്സ് കെമിസ്ട്രി, അതിൽ കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം, നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ട്. നോക്കിക്കേ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. എന്താണ്, മെഴുകുതിരി കത്തുന്നുണ്ട്, മത്താപ്പ് പൂക്കുന്നുണ്ട്, പിന്നെ എന്താ പറഞ്ഞത് അല്ലെ, മത്താപ്പ് കത്തിക്കുന്നുണ്ട്, പൂത്തിരി അല്ലെ, പിന്നെ എന്താണ്, ദേ പഴം പഴുക്കുന്നുണ്ട്, ദേ ഒരാളിരുന്ന് കല്ല് കൊത്തുന്നുണ്ട്, പിന്നെ എന്താണ്, വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി ചേഞ്ചസ് നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഇവിടെ അവർ ചോദിക്കുന്നത് കല്ല് കൊത്തി ശില്പമാക്കുന്നതും വാഴക്കുല പഴുക്കുന്നതുമൊക്കെ ഒരേപോലെയുള്ള മാറ്റങ്ങളാണോ എന്നാണ്. ആണോ? അല്ല, ഒരിക്കലും അല്ല അല്ലെ. കല്ല് കൊത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അല്ലെ, അതൊരു മനുഷ്യനിർമ്മിതമാണ്. മറ്റേത് എന്താണ്, പറയുന്ന പഴം പഴുക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു പ്രകൃതിദത്തമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള മാറ്റങ്ങൾ മനുഷ്യനിർമ്മിതവുമുണ്ട്, അതേപോലെ തന്നെ പ്രകൃതിദത്തവുമുണ്ട്. നമ്മുടെ ചുറ്റുപാടും കാണുന്നതും പലവിധവുമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമായ പദാർത്ഥങ്ങളെല്ലാം ദ്രവ്യത്തിന്റെ വിവിധ രൂപങ്ങളാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. ദ്രവ്യം എന്താണ്? ദ്രവ്യം എന്ന് പറയുന്നത് മാറ്റർ, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. ദ്രവ്യത്താൽ നിർമ്മിതമാണ്. ദ്രവ്യത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഉണ്ടാകുന്ന രസതന്ത്രം ചർച്ച ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് ഒരേപോലത്തെ 2 ഗ്ലാസ്സുകൾ എടുത്തിട്ട് ഒരേ നിലയ്ക്ക് എന്ത് ചെയ്യാൻ, വെള്ളം ഒഴിക്കാനും അതിൻ്റെ അകത്തേക്ക് 2 കല്ലുകൾ ഒരേപോലെ താഴ്ത്തി വെക്കാനാണ്. ഒന്നെന്താണ്, ചെറിയ കല്ലും മറ്റതെന്താണ്, വലിയ കല്ലുമാണ്. സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, അവിടെ ജലനിരപ്പ് ഉയരും അല്ലേ. നമുക്കറിയാവുന്നൊരു കാര്യമാണിത്, ജലനിരപ്പ് ഉയരും. അതാണ് നമ്മുടെ പണ്ട് അയാൾ എന്ത് ചെയ്തു, യുറേക്ക എന്നും പറഞ്ഞ് ചാടിപ്പുറപ്പെട്ട് പോയില്ലേ. എന്തായിരുന്നു അയാൾ, ആ ബീക്കറില പണ്ട് ഒരു കഥയില്ലേ, രാജാവ് സ്വർണം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കിരീടം ഉണ്ടാക്കാനായിട്ട് പറയുന്നുണ്ട് അല്ലെ. കിരീടം ഉണ്ടായി കഴിഞ്ഞ് കിരീടം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ രാജാവിന് ആകെ സംശയം, ഞാൻ കൊടുത്ത സ്വർണം മുഴുവൻ ഇപ്പോൾ കിരീടത്തിലുണ്ടോ ഇല്ലേ എന്നുള്ളത് അല്ലെ. ഇപ്പൊ നമ്മുടെ ശബരിമലയിൽ വിഷയം നടക്കുന്നില്ലേ, എന്താണ്, കൊടുത്ത സ്വർണം മുഴുവൻ ആ വാതിൽപ്പാളിയിൽ ഉണ്ടോ എന്ന് സംശയം വന്നു. അതേപോലെ തന്നെ അത്രയും പണ്ട് കാലത്ത് രാജാവിന് സംശയം ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ ഒരു 1 കിലോ സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1 കിലോ സ്വർണം ഇതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലേ, എങ്ങനെ അറിയും? കാര്യം ഇത് ഉരുക്കി വേറൊരു ഫോർമാറ്റിലോട്ട് മാറ്റി. അങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറയുമ്പോഴാണ് നമ്മുടെ ആർക്കിമിഡീസ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം കുളിക്കാനായിട്ട് പോവുകയും, അങ്ങനെയാണ് കഥ പറയുന്നത്. ആ ഒരു ബാത്ത് നിറയെ വെള്ളമാകുകയും അദ്ദേഹം അതിൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വെള്ളം ചാടി പുറത്തേക്ക് പോകുന്നു. പെട്ടെന്ന് അദ്ദേഹം എന്താണ്, ഇറങ്ങി ഓടുക എന്നാ പറയുന്നത്. യുറേക്ക കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചു അദ്ദേഹം? അതായത് ഒരു വസ്തു അതിൻ്റെ ഉള്ളിൽ ആദേശം ചെയ്യുന്ന വ്യാപ്തം എന്ന് പറയുന്നത് അല്ലെ, എത്രത്തോളം വെയിറ്റ് ഉണ്ടോ അത്രത്തോളം അതിൻ്റെ ഉള്ളിൽ അതിന് ആദേശം ചെയ്യും, അത്രത്തോളം വെള്ളം പുറത്തേക്ക് പോകുമെന്ന് അദ്ദേഹം അന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് അതിൻ്റെ വെയിറ്റ് സെയിം ആണോ എന്നൊക്കെ അന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ പറയുകയാണ്, 2 കല്ല് ഇറക്കി വെക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, ഒന്നിൽ ചെറിയൊരു വേരിയേഷൻ വരും, മറ്റേതിൽ നല്ല രീതിക്ക്. അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നത് ദ്രവ്യത്തിന്റെ ഒരു സവിശേഷതയാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കല്ലിന് എന്ത് ചെയ്യണം, ഒരു പ്ലേസ് അല്ലെ, ഒരു സ്ഥിതി ചെയ്യാനായിട്ടൊരു സ്ഥലം വേണം. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് പറയുന്നത് അതിൻ്റെ വ്യാപ്തം, അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പറയുന്നത് ദ്രവ്യത്തിന് മാസ് ഉണ്ട്, 2ാമത്തെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവിനെയാണ് പറയുന്നത് അതിൻ്റെ മാസ്. അപ്പൊ ദ്രവ്യം എന്ന് പറയുന്നതിന് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് പറയുന്നത്? വോളിയം പറയുന്നുണ്ട്, വ്യാപ്തമുണ്ട്, പിന്നെ എന്താണ് പറയുന്നത്, മാസ് ഉണ്ട് അല്ലേ. ചിത്രത്തിലേതുപോലെ ഒരു ഗ്ലാസ്സിനുള്ളിൽ ഒരു ടവൽ ഉറപ്പിച്ച് വെച്ച ശേഷം ഗ്ലാസ് തലകീഴായി പിടിച്ച് ബീക്കറിലെ ജലത്തിലേക്ക് താഴ്ത്തുക. ടവൽ നനയുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം ടവൽ
ശരിക്കും നനയില്ല. പെട്ടെന്ന് നമ്മളത് കുത്തിക്കഴിഞ്ഞാൽ നനയില്ല. നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അല്ലേ? എന്താണ്, ഒരു ബക്കറ്റിൽ ബാത്റൂമിൽ കുളിക്കാനൊക്കെ പോകുമ്പോൾ ബക്കറ്റിൽ നിറയെ വെള്ളം ഉണ്ടാകും. അതിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ കപ്പ് നല്ല ഫോഴ്സ്ഫുള്ളി, അപ്പോൾ എന്ത് ചെയ്യും, കപ്പ് സ്വാഭാവികമായിട്ട് ചരിയാനുള്ള ശ്രമം നടത്തും. നമ്മളിങ്ങനെ നേരെ ചരിച്ചല്ല, നേരെ നമ്മളിങ്ങനെ അമർത്തി ഇതിൻ്റെ അകത്തേക്ക്. കാര്യം അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ആ കപ്പിൻ്റെ ഉള്ളിൽ എയറുണ്ട്. അതിന് എന്ത് വേണം, ഒരു സ്ഥലം ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും അതിനുള്ളിലേക്ക് പെട്ടെന്ന് ഇത് കയറാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കപ്പ് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ചരിയും. അപ്പോൾ ഇതിനുള്ളിൽ എയർ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ടവൽ എന്ത് ചെയ്യില്ല, നനയില്ല. ബീക്കറിലെ ജലനിരപ്പിനൊക്കെ വ്യത്യാസമുണ്ട്. ഇനി പറയുന്നത് വായുവിന് മാസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വായു നിറയ്ക്കാത്ത ഫുട്ബോളിന്റെ മാസും വായു നിറച്ച ഫുട്ബോളിന്റെ മാസും ഒന്ന് തന്നെ ആയിരിക്കുമോ എന്ന് വ്യത്യാസമുണ്ടാകും. വായുവിന് എന്തുണ്ട്, മാസ് ഉണ്ട്, മാസ് വെയിറ്റ് ഉണ്ട്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും നമുക്ക് എന്ത് വിളിക്കാം, ദ്രവ്യം എന്ന് വിളിക്കാം. അപ്പം നമുക്ക് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ദ്രവ്യത്തിന് ഉദാഹരണം ഏതെന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന വായു തരാം. വായുവും എന്താണ്, ദ്രവ്യമാണ്. ഓർത്തിരിക്കുക. നമ്മൾ നോർമലി ദ്രവ്യം പറയുന്നത് എങ്ങനെയൊക്കെയാണ്, ഖരം, ദ്രാവകം, വാതകം, അങ്ങനെ 3 സ്റ്റേറ്റിലാണ് നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, അതേപോലെ തന്നെ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, പിന്നെ എന്താണ് കോർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. അങ്ങനെ നമ്മളിപ്പോൾ പഠിക്കുന്ന ഒത്തിരി ഉണ്ട്. ഏകദേശം 9ഓ 10ഓ വരെ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ പറയുന്ന മാറ്ററിൻ്റെ ഇത്. പക്ഷെ നമ്മൾ എന്താണ് ഈ ഒരു ലെവലിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട 3 എണ്ണമാണ്. ഏതൊക്കെ, ഖരം, ദ്രാവകം, വാതകം എന്നുള്ളത്. അപ്പം നോക്കിക്കേ, നിശ്ചിത മാസ് ഉണ്ട്. ഖരത്തിന് മാസ് ഉണ്ടോ, ഉണ്ടല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ. ഒരു കല്ലെടുത്ത് നമുക്ക് അതിന് വെയിറ്റ് ഉണ്ട്. ദ്രാവകത്തിന് മാസ് ഉണ്ട്, വാതകത്തിന് മാസ് ഉണ്ട്. നിശ്ചിത വ്യാപ്തമുണ്ടോ, ഉണ്ടോ വ്യാപ്തം, ഖരത്തിനുണ്ട്, അതേപോലെ ദ്രാവകത്തിനും വ്യാപ്തമുണ്ട്. വാതകത്തിനാണെങ്കിലോ ഒരു ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു ചന്ദനത്തിൽ കുത്തി വെച്ചാൽ ഈ ചന്ദനത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് ആകും. അത് നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് ആകും. അപ്പോൾ അവിടെ വ്യക്തമായ വ്യാപ്തം എന്താണ്, ഒരു ഡെഫിനിറ്റ് വ്യാപ്തം അതിനില്ല. ഓക്കെ. ഇനി എന്താണ്, ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ് എന്ന് പറയും. നിശ്ചിത ആകൃതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം, ഖരത്തിന് ആകൃതി ഉണ്ട് അല്ലെ. ദ്രാവകത്തിനും എന്തുണ്ട്, ആകൃതി ഉണ്ടോ, ദ്രാവകത്തിന്. ദ്രാവകം ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിന്റെ ഷേപ്പിലോട്ട് എന്ത് മാറുന്നുണ്ട്, ദ്രാവകം മാറുന്നുണ്ട് അല്ലെ. ഞാൻ എടുക്കുന്ന കുപ്പി ഇങ്ങനെയാണ് ഷേപ്പെങ്കിൽ എന്താണ്, ആ ദ്രാവകത്തിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഒരു നിശ്ചിത ആകൃതി ഉണ്ട്. അതെങ്ങനെ, നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ ആകൃതിയാണ്, അതിൽ ഫിക്സഡ് ആയിട്ടൊരു ആകൃതി ഇല്ല. അതേപോലെ വാതകത്തിനും എന്തില്ല, ആകൃതിയില്ല. ഇനി നമുക്കിവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദ്രവ്യത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളുണ്ട്. എന്നാൽ ഇവ 3 മാത്രമല്ല, ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയുണ്ട്, പ്ലാസ്മ. ഇമ്പോർട്ടൻ്റ് ആണ്. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏത്, ഇങ്ങനെ തന്നെ PSCക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലുള്ള ദ്രവ്യമാണ്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, പ്ലാസ്മയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നക്ഷത്രങ്ങളിലെ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്, അതെന്താണ്, പ്ലാസ്മയാണ്. ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, പ്ലാസ്മ. നമുക്കറിയാം സൂര്യനിലൊക്കെ എന്താണ്, താപം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയാണ്. കൂടാതെ വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലയിൽ മറ്റു പല അവസ്ഥകളിലും എന്താണ്, ദ്രവ്യത്തിനുണ്ട്. അതിനൊക്കെയാണ് പറയുന്നത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നിവയ്ക്ക് ഇതിന് ഉദാഹരണങ്ങളാണ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക്, കോർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ, അങ്ങനെ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, മാറ്റങ്ങൾ പലതരം. ഓക്കെ. അപ്പം നമ്മൾ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് അല്ലേ. നമുക്കറിയാം ഈ പറയുന്ന ചെറിയ സ്റ്റീൽ പാത്രം എടുത്ത് അല്പം മെഴുകു ചൂടാക്കി നോക്കുക, എന്ത് സംഭവിക്കും. ഈ മെഴുകെന്ന് പറയുന്ന വസ്തു ഒരു ഖരമാണ് അല്ലേ. നമുക്കറിയാം അതിനെ ചൂടാക്കുമ്പോൾ അത് ദ്രാവകമായിട്ട് മാറും. അത് വീണ്ടും എന്താണ്, അത് ഓട്ടോമാറ്റിക് കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും ഖരമായിട്ട് മാറും. ഓക്കെ. ഇനി ഒരു കടലാസ് കഷ്ണം കത്തിച്ച് നമ്മൾ ചാരമാക്കി എന്ത് സംഭവിക്കും, അതെന്ത് പറ്റും, കടലാസ് കഷ്ണം കത്തുമ്പോൾ അത് ചാരമായിട്ട് മാറും. അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ ചാരം മാറി വീണ്ടും കടലാസ് കഷ്ണമാകുമോ, ഇല്ല. അപ്പൊ എന്താണ്, ഉണ്ടാക്കുന്ന ചാരത്തെ നമുക്ക് എന്താണ്, തിരികെ കടലാസാക്കാനായിട്ട് പറ്റില്ല. എല്ലാ മാറ്റങ്ങളും വേഗതയിലാണോ നടക്കുന്നത്, ആണോ, വേഗതയിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്, വേഗത പതുക്കെ നടക്കുന്ന കാര്യങ്ങളുണ്ട്. കണ്ടോ, അതിന് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കിയാലോ. വേഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കാം. എന്തൊക്കെയാണ്, സാവധാനമല്ല ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഐസ് മെൽറ്റ് ആവണത് അല്ലെ, പെട്ടെന്നൊന്നും മെൽറ്റ് ആവില്ല അല്ലെ, പതുക്കെ പതുക്കെ പതുക്കെയാണ് ഐസ് മെൽറ്റ് ആകുന്നത്. അതേപോലെ മിൽക്ക് അല്ലെ, മിൽക്ക് എന്തായിട്ട് മാറുന്നത്, കേട്. നമ്മൾ പെട്ടെന്ന് എടുത്ത് പാലെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഉടനെ തൈരാകുമോ, ഇല്ല. അതൊക്കെ പതുക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് പറയാം വാട്ടർ ടു സ്റ്റീം
അല്ലെ? വെള്ളം എന്താകുന്നത്? നീരാവിയാകുന്നത്. പെട്ടെന്നാകൂ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്നാക്കാം. കുറച്ച് അല്ലെ? കുറച്ചും കൂടി സ്പീഡിലാക്കാം നമ്മൾ കുറച്ച് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മളുടെ മുറ്റത്ത് കൊണ്ടൊരു വെള്ളം വെച്ച് കഴിഞ്ഞാൽ പതുക്കെ നീരാവിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്താണ്? റസ്റ്റിംഗ് ഓഫ് അയൺ, അല്ലെ? ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഇതൊക്കെ പതുക്കെ നടക്കുന്ന സംഭവങ്ങളാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. പിന്നെ എന്താണ്? പയർ വിത്ത് മുളയ്ക്കാനായിട്ട്. പിന്നെ എന്താണ്? അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പതുക്കെ നടക്കുന്നത്. ഇനി വേഗത്തിൽ കത്തുന്നതാണെങ്കിലോ, വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണെങ്കിൽ പെട്രോളിന് തീ പിടിക്കുന്നത്, അല്ലെ? പെട്രോൾ ബേൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? പെട്രോൾ കത്തുന്നത്. നമ്മളെന്താ പെട്രോൾ ഇടണമെങ്കിൽ തീപ്പെട്ടികളിൽ കൊണ്ടുവന്നാൽ മതി, അല്ലെ? പെട്ടെന്ന് അങ്ങ് കത്തും. അതേപോലെ തന്നെ എന്താണ്? പിന്നെ നമുക്ക് പറയാം ഗ്യാസ് കത്തുന്നത്, അല്ലെ? ഗ്യാസ് കത്തുന്നത്, പടക്കം പൊട്ടുന്നത്, ഇതൊക്കെ വളരെ അതേപോലെ പടക്കം പൊട്ടുന്നത് ഇതൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം മാറ്റങ്ങൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെന്താണ്? സാവധാനമുള്ളതുകൊണ്ട് വേഗത്തിലുള്ളതുകൊണ്ട്. ഇനി അടുത്ത ടൈപ്പ് മാറ്റങ്ങളെ പറയുന്നതാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയും. ഓക്കെ, ഫിസിക്കലുമുണ്ട്, കെമിക്കൽ ചേഞ്ചുമുണ്ട്. നമ്മൾ പറഞ്ഞു കടലാസ് കത്തുന്നതും മെഴുകുരുകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ കത്തിയ കടലാസിനെ നമുക്ക് വീണ്ടും കടലാസാക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന ഉരുകിയ മെഴുകിനെ നമുക്ക് വീണ്ടും എന്താണ്? അത് വീണ്ടും മെഴുകാക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതായത് ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല, അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഭൗതിക മാറ്റം സംഭവിക്കുമ്പോൾ അവിടെ എന്താണ്? ഇപ്പൊ നമ്മളൊരു പേപ്പറിനെ നമ്മൾ ചുളുക്കി, നമുക്ക് എന്താണ് അതിന്റെ ഭൗതിക മാറ്റത്തിൽ അതിന്റെ ഒരു ഇത് മാറുന്നുണ്ട്, അല്ലെ? പദാർത്ഥങ്ങളുടെ അതിന് നമുക്ക് വീണ്ടും അത് പഴയ പോലെ ആക്കാൻ പറ്റും. അതേപോലെ നമ്മൾ പറയുകയാണ് ജലം ഐസാകുന്നത്. നമുക്ക് ജലം എന്ത് ചെയ്തു? ഐസാകുന്നത് ഒരു ഭൗതിക മാറ്റമാണ്, അല്ലെ? ഐസാകുക എന്ന് പറഞ്ഞാൽ ഭൗതിക മാറ്റമല്ലേ? നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും നമുക്ക് ഐസിനെ നമുക്ക് വീണ്ടും ജലമാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളെ പറയുന്ന പേരാണ് ഫിസിക്കൽ ചേഞ്ച്. ഇപ്പൊ മെഴുകുരുകുന്നത് നമുക്ക് വീണ്ടും അതിനെ എന്താക്കാൻ പറ്റും? മെഴുകാക്കി മാറ്റാൻ പറ്റും, മെഴുകുതിരിയാക്കി മാറ്റാൻ പറ്റും. ഇനി നോക്കിക്കേ, രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊന്നായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെ? രാസമാറ്റം സംഭവിക്കുമ്പോൾ മൊത്തത്തിൽ മാറും, അതൊരു പുതിയൊരു വസ്തുവായിട്ട് മാറും. ഈ പറയുന്നത് നോക്കിക്കേ, പാല് തൈരാകും. പാല് തൈരാകുന്ന എന്താണ്? കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ? അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. വീണ്ടും നമുക്ക് അതിനെ തിരിച്ച് തൈരിനെ പാലാക്കാൻ പറ്റൂ? ഇല്ല. മെഴുകുതിരി കത്തുന്നു. മെഴുകുതിരി കത്തുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്, അല്ലെ? ഐസ് ഉരുകുന്നതും എന്താണ്? അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി അടുത്ത എന്താണ്? ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു. ഇരുമ്പ് തുരുമ്പ് പിടിക്കുക എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? മെഴുകുരുകുക എന്ന് പറയുന്നത് പതുക്കെ അല്ലെ? മെഴുകുരുക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ മെഴുകുതിരിയാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് അത് ഭൗതിക മാറ്റമാണ്, ഫിസിക്കൽ ചേഞ്ച് ആണ്. ജലം ഐസാകുന്നു, അതും എന്താണ്? അതും ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. നമുക്ക് വീണ്ടും ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു, അതും എന്താണ്? ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വീണ്ടും നമുക്ക് ആ ഉപ്പും ജലവുമായിട്ട് നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റും. കാര്യം ഉപ്പ് നന്നായിട്ട് ലയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ഒന്ന് ചൂടാക്കി നീരാവിയാക്കി എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഉപ്പില്ലാത്ത വെള്ളമാക്കി മാറ്റാൻ പറ്റും, അല്ലെ? വിറക് കത്തുന്നത് എന്താണ്? അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, ഇവിടെ വേറെ ഏതെങ്കിലും കെമിക്കൽ ചേഞ്ച്? പാല് തൈരാകുന്ന കെമിക്കലാണ്. ഓക്കെ, ഈ മെഴുകുതിരി കത്തുക എന്ന് പറയുന്ന കെമിക്കൽ ചേഞ്ച് ആണേ. കാര്യം അവിടെ മെഴുകുതിരിയാണ് കത്തുന്നത്, മെഴുകുരുകുന്ന കാര്യമല്ല. ആ മെഴുകുതിരി കത്തിപ്പോയി, തിരി കത്തിപ്പോയി. ഓക്കെ, തിരിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്, ഫിസിക്കൽ അല്ല. ഞാൻ മെഴുകുരുകുകയാണ് എന്ത് വരുന്നത്? ഫിസിക്കൽ ചേഞ്ച് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം ഈ പറയുന്ന ഖരം, ദ്രാവകം, വാതകം ഒക്കെ നമുക്കുണ്ട്, അല്ലെ? ചുറ്റിനും. ഇതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ആ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ അടുത്ത പറയാൻ വേണ്ടി പോകുന്നത്. ഖരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ 3 എണ്ണമാണെന്ന് വിചാരിക്കും. ഇതിൽ എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അതിന്റെ കണികകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കണികകൾ തമ്മിലുള്ള അകലം എന്താണ്? കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും, അകലം കൂടുതലായിരിക്കും. ഇവിടെ എന്താ? ചിലപ്പോൾ ഒരു തന്മാത്ര ഇവിടെയാണെങ്കിൽ ഒരു തന്മാത്ര ഇവിടെയായിരിക്കും, ഒരു തന്മാത്ര ഇവിടെയായിരിക്കും. അപ്പൊ കണികകൾ തമ്മിലുള്ള അകലം വളരെ കുറവ്. ഇവിടെ എന്താണ്? കൂടുതൽ എന്തിനെ അപേക്ഷിച്ച്? ഖരത്തെ അപേക്ഷിച്ച് കണികൾ തമ്മിലുള്ള അകലം എന്താണ്? കുറവാണ്, അല്ലെ? ഇനി എന്താണ് പറയുന്നത്?
കുറവല്ല ട്ടോ. ഇവിടെ കണികകൾ തമ്മിലുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അകലം എന്താണ്? ഖരത്തെ അപേക്ഷിച്ച് അകലം കൂടുതലായിരിക്കും. കണ്ടാ, ഈ അകലം എന്താണ്? കൂടുതലാണ്. വാതകമാണെങ്കിലോ വളരെ കൂടുതലായിരിക്കും. കണികകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അല്ലെ. നമുക്കറിയാം ഒരു ബോക്സ് എടുത്ത് ഒന്നിവിടെ ഇങ്ങനെയായിരിക്കും തന്മാത്രകൾ വരുന്നത്. അപ്പൊ അകലം എന്താണ്? വളരെ കൂടുതലാണ്. ഇനി കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് ഈ ഖരത്തിൽ എന്താണ്? വളരെ കൂടുതലായിരിക്കും അല്ലെ. മൊത്തത്തിൽ ഇങ്ങനെ ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആണ്. ഇവിടെ എന്താണ്? ദ്രാവകമാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും, വാതകമാണെങ്കിൽ വളരെ കുറവായിരിക്കും. കണികകളുടെ ചലനം, ഖരത്തിൽ എന്താണ്? ചലിക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ മോർ ദാൻ സോളിഡ് അല്ലെ. സോൾസിനെ അപേക്ഷിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലായിരിക്കും അല്ലെ. ഖരത്തെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് പറയണം. ഇവിടെ എന്താണ്? വെരി ഹൈ അല്ലെ, വളരെ കൂടുതലാണെന്ന് പറയാം. വളരെ കൂടുതലാണ് എന്താ? വാതകത്തിലെ കണികകളുടെ ചലനം. അതുകൊണ്ടാണ് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങോട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വാതകത്തിന് മൂവ് ചെയ്യാൻ പറ്റും. കണികകളുടെ ഊർജവും ഇവിടെ എന്താണ്? വളരെ കുറവാണ്. അത് ഊർജം കുറവായത് കൊണ്ടാണ് അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? മൂവ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ ആണല്ലോ. കുറവ്. ഖരാവസ്ഥയിൽ കണികകൾ വളരെ അടുത്തിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം ഖരാവസ്ഥ എന്ന് പറയുമ്പോൾ അതിങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആണ്. അവ തമ്മിൽ ഭയങ്കരമായിട്ട് അടുത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ വസ്തുവിനെ ചൂടാക്കുന്നു എന്ന് കരുതുക. കണികകൾ തമ്മിലുള്ള അകലത്തിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ അവിടെ എന്തായിരിക്കും? അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടും. ഓക്കെ. കണികകളുടെ ഊർജവും എന്ത് പറ്റും? അവിടെയും ഊർജവും എന്ത് ചെയ്യും? കൂടുന്നുണ്ട്. നമുക്ക് ഇത്ര ഓർത്താൽ മതി. ഒരു ഐസ് എടുത്തു, നമ്മൾ അതിനെ ചൂടാക്കുവാണ്. ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതെന്താ? മറ്റൊരു ഫോർമാറ്റിലോട്ട് അത് മാറുകയാണ് അല്ലെ. മാറുമ്പോൾ അതിന്റെ അകലവും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അതിന്റെ ഊർജവും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലവും കണികകളുടെ ഊർജവും വർദ്ധിക്കുകയും ക്രമേണ അത് ദ്രാവകത്തിന്റെ കണികാ ക്രമീകരണം കൈവരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മെഴുകെന്ന് പറയുന്ന വസ്തുവിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് എന്ത് ഫോർമാറ്റിലോട്ട് മാറും? അത് ദ്രാവകത്തിന്റെ ഫോർമാറ്റിലോട്ട് അത് പതുക്കെ മാറുന്നുണ്ട്. കണ്ട, ഖരം താപത്തെ ആഗിരണം ചെയ്ത് ദ്രാവകമാകും. അത് വീണ്ടും താപത്തെ ആഗിരണം ചെയ്ത് എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. ഇനി നമ്മൾ പഠിക്കുന്നുണ്ട് ഖരം ഡയറക്റ്റ് വാതകമായിട്ട് മാറുന്നുണ്ട്. എപ്പോ? ഉത്പതനം, സബ്ലിമേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. പാറ്റാ ഗുളിക അതൊരു ഖരാവസ്ഥയിലുള്ളതാണ്. അത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വാതകമായിട്ട് മാറും. പാറ്റാ ഗുളിക സബ്ലിമേഷൻ ഉത്പതനത്തിന് ഉദാഹരണമാണ്. അപ്പൊ എന്താണ്? ഖരപദാർത്ഥം ഉത്പതനം. ഖരപദാർത്ഥം നേരിട്ട് വാതകമായി മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഉത്പതനം എന്ന് പറയുന്നത്. സബ്ലിമേഷൻ എന്ന് പറയുന്നത് അതിനുള്ള ഉദാഹരണമാണ് നാഫ്തലിൻ അഥവാ പാറ്റാ ഗുളിക എന്ന് പറയുന്നത്. ദ്രാവകത്തെ ചൂടാക്കിയാൽ ക്രമേണ അത് എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. അപ്പൊ ഖരം ദ്രാവകമാകും, ദ്രാവകം വാതകമാകും. ഓക്കെ. വാതകത്തെ തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ഈ വാതകത്തെ തണുപ്പിച്ചാൽ അത് ദ്രാവകമായിട്ട് മാറും. ഈ ദ്രാവകത്തെ തണുപ്പിച്ചാൽ അത് വീണ്ടും ഖരമായിട്ട് മാറും. ഉണ്ടോ? കണികകൾ തമ്മിലുള്ള അകലം കുറയും, കണികകളുടെ ഊർജം കുറയും. നേരെ ഓപ്പോസിറ്റ് ഇപ്പുറം ഇവിടെ ഉത്പതനം പറയുന്നുണ്ട്. ഇപ്പുറം എന്താണോ നടക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ഇനി നോക്കിക്കേ, കർപ്പൂരമുണ്ട്, നാഫ്തലിൻ തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയും. കർപ്പൂരം, നാഫ്തലിൻ. ഓക്കെ. അതിനെന്താണ്? ഡയറക്റ്റ് അതിന് എന്തായിട്ട് മാറും? അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഖരവസ്തു ഡയറക്റ്റ് വാതകമായിട്ട് മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ഉത്പതനം. താഴെ തന്നിരിക്കുന്നവയിൽ ഉത്പതനം നടക്കുന്നതിന് ഉദാഹരണം ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരു പദാർത്ഥം മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെ പറയുന്ന പേരാണ് എന്താ? അവസ്ഥാ പരിവർത്തനം. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. അവസ്ഥാ പരിവർത്തന സമയത്ത് ഏത് രൂപത്തിലുള്ള ഊർജമാണ്? ഓക്കെ, അതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക മാറ്റമാണോ രാസിക മാറ്റമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവസ്ഥാ പരിവർത്തനം എപ്പോഴും എന്താണത്? ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവസ്ഥാ പരിവർത്തനം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് നമുക്ക് മാറ്റാനായിട്ട് പറ്റണം. അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ഈ കർപ്പൂരം, നാഫ്തലിനൊക്കെ വരുമ്പോഴേക്കും തിരിച്ച് ആ വാതകത്തെ നമുക്ക് ദ്രാവകമാക്കി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോർമലി നമ്മളിവിടെ പറയുന്ന അവസ്ഥാ പരിവർത്തനം ഖരം ദ്രാവകമാവുന്നുണ്ട്, ദ്രാവകം തിരിച്ച് ഖരമാകുന്നുണ്ട്. ഇതിനൊക്കെ എന്താണ്? അതൊക്കെ ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിന്റെ മൊത്തം സ്ട്രക്ചർ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അവസ്ഥാ പരിവർത്തനം സമയത്ത് ഏത് രൂപത്തിലുള്ള ഊർജ്ജമാണ് സ്വീകരിക്കുന്നത്? മെയിൻ ആയിട്ട് അവിടെ എന്താണ്? ഹീറ്റ് എനർജിയാണ്. ഇനി പറയുന്നത് രാസമാറ്റവും ഊർജ്ജമാറ്റവും. ഒരു ടൈലിന് മുകളിലായി അല്പം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തരികൾ വെച്ച ശേഷം അതിന്റെ നടുവിലായി അല്പം ഗ്ലിസറിൻ
ഒഴിക്കുക. എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, പ്രവർത്തന ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിറം തുടക്കത്തിലേതുപോലെ തന്നെയാണോ എന്ന്. എന്തായിരിക്കും സംഭവിക്കുന്നത്? അതായത് പെട്ടെന്ന് എന്ത് സംഭവിക്കും, ഈ ഗ്ലിസറിൻ ഒഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അതിങ്ങനെ കത്തി അങ്ങ് പോകും. അവിടെ നിന്ന് ഗ്യാസ് അങ്ങ് വന്നേച്ചും അതങ്ങ് കത്തി അങ്ങ് ഇല്ലാണ്ടായി പോകും. ഇനി എന്താണ് പറയുന്നത്, അതായത് രാസമാറ്റത്തെ പറ്റി പറയുകയാണ് കേട്ടോ. അപ്പം നോക്കാം നമുക്ക്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ അഭികാരകങ്ങളെന്നും പുതിയതായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് പ്രോഡക്റ്റ്, ഉൽപ്പന്നം എന്നും പറയുന്നത്. എന്താണ് പറയുന്നത്, ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവയെ എന്ത് പറയുന്നുണ്ട്, അഭികാരകങ്ങൾ എന്ന് പറയുന്നുണ്ട്. മറ്റേതാണെങ്കിൽ എന്ത് പറയും, ഉൽപ്പന്നങ്ങൾ എന്ന് പറയും, പ്രൊഡക്ട്സ് എന്ന് പറയും. ഓക്കെ, താപരാസ പ്രവർത്തനങ്ങൾ അഥവാ തെർമോകെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മഗ്നീഷ്യം എടുത്ത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്ത് സംഭവിക്കും, പെട്ടെന്ന് അവിടെ റിയാക്ഷൻ നടന്നിട്ട് അവിടെയും എന്ത് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്, ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. കത്തിച്ച് തീപ്പെട്ടിക്കോൾ ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്തേക്ക് കൊണ്ടുവന്ന ടപ്പ് എന്ന ശബ്ദത്തോടെ, അതിനെയാണ് നമ്മൾ പോപ്പ് സൗണ്ട് എന്ന് പറയും, ശബ്ദത്തോടെ എന്ത് സംഭവിക്കും, അതിങ്ങനെ കത്തും. അതായത് മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് എന്ത്, ഹൈഡ്രജൻ വാതകം ലിബറേറ്റ് ചെയ്യും. അപ്പോൾ പഠിച്ചു വെച്ചോ, എന്താണ്, ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പുറത്തേക്ക് വരുന്നത്, ഹൈഡ്രജൻ വാതകത്തെയാണ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഹൈഡ്രജന്റെ ഫലമായിട്ട് എന്തുണ്ടാകും, ചൂടും കൂടി ഉണ്ടാകാം. ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഭികാരകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് എന്തൊക്കെയാണ്, മഗ്നീഷ്യവും ഉണ്ടായിരുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടായിരുന്നു. ഉൽപ്പന്നം എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അവിടെ നിന്ന് ശരിക്കും മഗ്നീഷ്യം ക്ലോറൈഡും ഉണ്ടാകും, അതേപോലെ ഹൈഡ്രജനും ഉണ്ടാകും. ഓക്കെ, ഇനി അവർ പറയുന്നത് ഈ പറയുന്ന നീറ്റുകക്കയാണ് പറയുന്നത്. ഒരു സ്റ്റീൽ കപ്പിൽ നീറ്റുകക്ക എടുക്കുക, അതിലേക്ക് അല്പം ജലം ചേർക്കുക, കുറച്ച് സമയത്തിന് ശേഷം കപ്പ് സ്പർശിച്ച് നോക്കുക, എന്ത് സംഭവിക്കും എന്നാണ്. അവിടെ നമുക്ക് എന്താണ്, അവിടെ ഭയങ്കര ഒന്നെങ്കിൽ എന്താണ്, സ്റ്റീൽ ഒരു ഹോട്ടായിട്ട് വരും. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും, ഈ പറയുന്ന നീറ്റുകക്കയും ജലവും കൂടി ചേരുമ്പോൾ അവിടെ എന്തുണ്ടാകും, സ്ലേക്കഡ് ലൈം അഥവാ ചുണ്ണാമ്പ് ഉണ്ടാകും. കൂട്ടത്തിൽ എന്തുണ്ട്, ചൂട്, ഹീറ്റും കൂടി ഉണ്ടാകും നമുക്ക്. ഓക്കെ, അപ്പം നീറ്റുകക്കയും ജലവുമായി കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്, ചുണ്ണാമ്പാണ്. ചുണ്ണാമ്പിൻ്റെ അതേപോലെ തന്നെ എന്താണ് അവിടെ നീറ്റുകക്ക എന്ന് പറയുന്നതാണ് ക്വിക്ക് ലൈം എന്ന് പറയും. കാൽഷ്യം ഓക്സൈഡ് ആണ് ഇത്, കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, അതേപോലെ ഇവിടെ എന്താണ് ഇത് ഉണ്ടാകും, ഇവിടെ ഉണ്ടാകുന്നതാണ് നമ്മുടെ സ്ലേക്കഡ് ലൈം ഉണ്ടാകും. അതിനെയാണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, ചൂട് പുറത്തേക്ക് വന്നു അല്ലെ. ഈ നീറ്റുകക്കയും ജലവും കൂടി കൂടിച്ചേർന്നപ്പോൾ അവിടെ ചുണ്ണാമ്പിന്റെ ഒപ്പം എന്തും കൂടി വന്നു, ചൂടും കൂടി പുറത്തേക്ക് വന്നു. അപ്പൊ നമുക്ക് അതിനെ എന്ത് പറയാം, എക്സോതെർമിക് എന്ന് പറയാം. എക്സോതെർമിക് എന്ന് പറയുമ്പോൾ എന്താണ്, താപമോചകം. എക്സിറ്റ്, ചൂടിനെ തെർമൽ എക്സിറ്റ് ചെയ്തു, പുറത്തേക്ക് വിട്ടു. ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി താപം പുറത്തുവിടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെയാണ് താപമോചകം എന്ന് പറയുന്നത്. താപമോചകം, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. എക്സിറ്റ് ചെയ്തു, താപത്തെ മോചിപ്പിച്ചാൽ അതിനെ എന്ത് പറയാം, താപമോചകം എന്ന് പറയാം. ഇനി പറയുന്നത്, ഒരു ടെസ്റ്റ് ട്യൂബിന്റെ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് നന്നായി ചൂടാക്കുക. ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്ത് എരിയുന്ന ഒരു ചന്ദനത്തിരി കാണിച്ചു നോക്കിയാൽ എന്ത് സംഭവിക്കും, അവിടെ കത്തും അല്ലെ. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഓക്സിജൻ എന്നൊരു വാതകം അവിടെ ഉണ്ടായി. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ച് എന്തുണ്ടാകുന്നുണ്ട്, ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ എന്തുണ്ട്, അവിടെ ചൂട്, ഹീറ്റ് എനർജിയും എന്തുണ്ട് അവിടെ അല്ലെ. അവിടെ എന്തുണ്ട്, ഹീറ്റ് എനർജിയും കൂടി. അവിടെ ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് അവിടെ എന്ത് ചെയ്യുന്നത്, വിഘടിപ്പിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ചൂടാക്കി, നമ്മൾ ഹീറ്റ് അങ്ങോട്ടേക്ക് കൊടുത്തു അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്തു, താപത്തെ ആഗിരണം ചെയ്തു എന്ന് പറയാം നമുക്ക്. അപ്പൊ ആഗിരണം ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഉണ്ടോ, അതിനെയാണ് നമ്മൾ പറയുന്നത് താപാഗീരണം അഥവാ താപശോഷക പ്രവർത്തനം എന്ന് പറയാം. താപമോചകവും താപശോഷകവും ആയിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. എൻഡോതെർമിക് എന്ന് പറയും. അതായത് രാസപ്രവർത്തനത്തിൽ താപോർജം ആഗിരണം ചെയ്യുവാണെങ്കിൽ അതിനെ താപാഗീരണം അഥവാ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് തന്നിരിക്കുന്നതിൽ താപമോചകവും താപാഗീരണവും. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, താപമോചകം, ചൂടുണ്ടാകും. ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ താപ
താപമോചക പ്രവർത്തനത്തിന് ഉദാഹരണം ഏതെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെല്ലാം കൂടി അങ്ങ് പെറുക്കി വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനമാണെങ്കിൽ അത് താപത്തെ ആഗിരണം ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഓക്സിജനെ ലിബറേറ്റ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, താപത്തെ മോചിപ്പിക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും കൂടി ചേരുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു പുകഞ്ഞു വരും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? താപമോചകം, താപത്തെ പുറത്തേക്ക് വിടുന്നു. മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചൂടുണ്ടാകുന്നുണ്ട്. മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നുണ്ട്. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനം എന്താണ്? താപത്തെ ആഗിരണം ചെയ്യുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുത്തിട്ട് അതിലേക്ക് അല്പം ബേരിയം ഹൈഡ്രോക്സൈഡ് എടുത്ത് ഇളക്കാനാണ് പറയുന്നത്. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നും അവിടെയുമേക്ക് എന്താണ്? താപത്തെ ലിബറേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, താപത്തെ ആഗിരണം ചെയ്യുകയാണ് ഇവിടെ. താപ ആഗിരണമല്ലേ പറയുന്നത്. അപ്പൊ അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് താപത്തെ ആഗിരണം ചെയ്യുകയാണ്. താപം എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവിടെ പ്രോസസ്സ് നടക്കുന്നത്. താപോർജം പുറത്തുവിടുന്നതോ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങൾ പൊതുവെ എന്തറിയപ്പെടുന്നു? താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയും. അത് എന്തും ആയിക്കോട്ടെ, ഒന്നുകിൽ താപത്തെ ആഗിരണം ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? താപത്തെ പുറത്തേക്ക് വിടാം. അതിന് എന്തറിയപ്പെടുന്നുണ്ട്? താപരാസപ്രവർത്തനങ്ങൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രകാശരാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം സിൽവർ നൈട്രേറ്റ് ലായനി എടുത്ത് അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ലായനി ചേർക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? സിൽവർ നൈട്രേറ്റും ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് സോഡിയം ക്ലോറൈഡും കൂടി ചേർക്കണം. ഉണ്ടാകുന്ന ഉൽപ്പന്നം ഒരു കഷ്ണം പഞ്ഞിയിൽ മുക്കി ഒന്ന് കറുത്ത കടലാസ് പൊതിഞ്ഞും മറ്റേത് തുറന്നും വെക്കണം. കണ്ട, ഒന്ന് ക്ലോസ് ചെയ്ത് ബ്ലാക്ക്. അല്പസമയത്തിന് ശേഷം നിങ്ങളുടെ നിരീക്ഷണം രേഖപ്പെടുത്തുക. ഏത് ഊർജ്ജ രൂപമാണ് നിറം മാറ്റത്തിന് കാരണമായത്? അതായത് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നതിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ബ്ലാക്കിഷ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളറായിട്ട് വരും. ഇനി നമ്മൾ ബ്ലാക്ക് ഇട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാണെങ്കിലോ അത് ശരിക്കും നമുക്ക് നല്ല കളറിൽ തന്നെ ഇരിക്കും. ആ ഒരു വൈറ്റ് കളറിൽ തന്നെ, റിമൈനിങ് വൈറ്റ്, അതായത് വൈറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതിരിക്കും. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഏത് ഊർജ്ജ രൂപമാറ്റമായിരിക്കും? അല്ലെ, ഊർജ്ജ രൂപമാണ് നിറം മാറ്റത്തിന് കാരണമായത്? ലൈറ്റ് എനർജി ആയിരിക്കും അല്ലെ, പ്രകാശ ഊർജ്ജമാണ്. കാരണം എന്താണ്? ഇവിടെ പ്രകാശം പതിക്കുമ്പോൾ അവിടെ അതിന് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഇവിടെ അഭികാരകങ്ങളായ സിൽവർ നൈട്രേറ്റും, അഭികാരകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരെ അഭികാരകങ്ങളെന്നും അതിന്റെ പ്രൊഡക്റ്റ് ആണ് എന്ത്? ഉൽപ്പന്നം എന്ന് പറയുന്നത്. സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും തമ്മിൽ പ്രവർത്തിച്ച് സിൽവർ ക്ലോറൈഡും ഉണ്ടാകുന്നു. സിൽവർ ക്ലോറൈഡ് എന്ത് ചെയ്തു? പ്രകാശത്തെ ആഗിരണം ചെയ്ത് വിഘടിച്ച് സിൽവർ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് തുറന്നു വെച്ച പഞ്ഞി എന്തായി പോകാനുള്ള കാരണം? കറുത്ത് പോകാനുള്ള കാരണം. അതായത് സിൽവർ ക്ലോറൈഡ് എന്തായിട്ട് മാറും? ആദ്യം സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും കൂടി ചേർന്ന് സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും ആകും. അതിലെ സിൽവർ ക്ലോറൈഡ് എന്താകും? സിൽവറും ക്ലോറിനുമായിട്ട് മാറി വരും. അപ്പൊ അതുകൊണ്ടാണ് അത് എന്താവുന്നത്? കറുപ്പ് കളറിൽ കാണുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? പ്രകാശോർജം എന്ന് പറയുന്ന ഒരു സംഭവം വന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രകാശ സംശ്ലേഷണമാണ്, ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഒക്കെ കൂടി ചേർന്ന് ഇലകളിൽ വെച്ച് സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഭക്ഷണം പാകം ചെയ്ത് അതെന്തായിട്ട് വരും? ഗ്ലൂക്കോസും ഓക്സിജനൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇവിടുത്തെ അഭികാരകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അഭികാരകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, അതേപോലെ തന്നെ വാട്ടറും ഉണ്ട് അല്ലെ. അവിടെ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ആണ് അന്നജമായി മാറി സസ്യഭാഗങ്ങൾ ശേഖരിക്കപ്പെടുന്നത്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്ന പ്രവർത്തനമാണ് ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇവിടെ ഈ പ്രകാശ സംശ്ലേഷണത്തിൽ ഏത് രൂപമാണ് ആഗിരണം ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഫോട്ടോസിന്തസിസിൽ എന്തായിരിക്കും? ലൈറ്റ് എനർജി അല്ലെ, ലൈറ്റ് എനർജിയാണ് ആഗിരണം, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലെ. അപ്പൊ ലൈറ്റ് എനർജിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ആഗിരണം ചെയ്യുന്നത്. എന്നിട്ട് എന്തായിട്ട് മാറും? പ്രകാശോർജം രാസോർജമായിട്ട് അവിടെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രകാശം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ ആണ് അതിനെ പറയുന്നതാണ് മിന്നാമിനിങ്. നോക്കാം നമുക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. മിന്നാമിനിങ്ങിന്റെ ശരീരത്തിലെ ലൂസിഫറൈസ് എന്ന എൻസൈം, അപ്പൊ മിന്നാമിനിങ്ങിന്റെ തിളക്കത്തിന് കാരണമായ എൻസൈമിന്റെ പേരാണ് എന്ത്? ലൂസിഫറൈസ്. ഇതിന്റെ സഹായത്തോടെ ലൂസിഫർ എന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു. അപ്പൊ മിന്നാമിനിങ്ങൾ ആഗിരണം ചെയ്യുന്ന ഏതിനെയാണ്? UV റേസിനെയാണ്. ഓക്കെ, ഈ പ്രതിഭാസമാണ് ബയോലൂമിനൻസ് അഥവാ ജൈവദീപ്തി എന്നറിയപ്പെടുന്നത്. എന്താണ് ബയോലൂമിനൻസ്?
ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ച് പ്രകാശ തീവ്രത വ്യത്യാസപ്പെടുത്താൻ മിന്നാമിനിങ്ങിന് കഴിയും. ചിലയിനം കടൽ ജീവികളും പുഴുക്കളും ജൈവദീപ്തി പ്രകാശിപ്പിക്കാറുണ്ട്. ഓക്കെ, അതിന് നമ്മൾ ബയോലൂമിനൻസ്, ഈ കവരടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓക്സിജന്റെ അളവാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പ്രകാശം കൂട്ടാനും കുറക്കാനും ഒക്കെ സഹായിക്കുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തിരിക്കണേ. പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പ്രകാശരാസ പ്രവർത്തനങ്ങൾ. അപ്പൊ നേരത്തെ നമ്മൾ ആഗിരണം ചെയ്യുന്ന കാര്യം പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു, പ്രകാശം പുറത്തുവിടുന്നത്. നമ്മൾ താപത്തിന്റെ പറഞ്ഞു അല്ലെ, താപരാസ പ്രവർത്തനങ്ങൾ. താപത്തെ ആഗിരണം ചെയ്യുകയോ താപത്തെ പുറത്തുവിടുകയോ ചെയ്താൽ അതിനെ താപരാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നുണ്ട്. ചില മരുന്നുകൾ ബ്രൗൺ നിറമുള്ള കുപ്പികളിൽ സൂക്ഷിക്കാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം അല്ലെ, ചിലത് ഈ ലൈറ്റിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് റിയാക്ഷൻസ് സംഭവിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അത് ബ്രൗൺ നിറമുള്ള പ്രകാശം കടക്കാതിരിക്കാൻ വേണ്ടിയാണ്. സിൽവർ നൈട്രേറ്റ് സുതാര്യമായ കുപ്പികൾ സൂക്ഷിക്കാറില്ല. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ പറഞ്ഞു, സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സിൽവറും എന്തായിട്ട് മാറും അല്ലെ, അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഈ പറയുന്ന സുതാര്യമായ കുപ്പികളിൽ എന്ത് ചെയ്യുന്നില്ല, സൂക്ഷിക്കാത്തതെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വൈദ്യുത രാസപ്രവർത്തനങ്ങളാണ്. ഉണ്ടോ, ഇവിടെ നമുക്ക് ബാറ്ററിയൊക്കെ തന്നിട്ടുണ്ട്. ഡ്രൈ സെൽ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അപ്പൊ ഡ്രൈ സെല്ലിന്റെ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഏറ്റവും പുറമെ ഒരു ഇൻസുലേഷൻ ഉണ്ട്, അതിനൊരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, നമ്മുടെ ഒരു നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്, അമോണിയം ക്ലോറൈഡ് പേസ്റ്റ് ഉണ്ട്, കാർബൺ ദണ്ടുണ്ട്, മാംഗനീസ് ഡയോക്സൈഡും കാർബൺ പൊടി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്തിന്റെ ഭാഗമാണ്, നമ്മൾ ഈ പറയുന്ന ഡ്രൈ സെല്ലിന്റെ ഭാഗമാണ്. ഡ്രൈ സെല്ലിൽ നടക്കുന്നത് എന്താണ്, രാസോർജം വൈദ്യുതോർജമായി മാറുന്നു. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഡ്രൈ സെല്ലിലെ രാസപ്രവർത്തനം എന്ത്? വൈദ്യോർജം രാസോർജമായി മാറുന്നു, പ്രകാശോർജം വൈദ്യോർജമായി മാറുന്നു എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്, രാസോർജം എന്തായിട്ട് മാറുന്നുണ്ട്, വൈദ്യോർജമായി മാറുന്നുണ്ട്. ഒരു ബീക്കറിൽ ഗാഢ ഉപ്പ് ലായനി അഥവാ സോഡിയം ക്ലോറൈഡ് എടുക്കുക. അതിൽ 3-4 തുള്ളി ഫിനോഫ്തലിൻ ചേർത്തിട്ട് ബാറ്ററിയുടെ ഇരുധ്രുവങ്ങളുമായി ബന്ധിപ്പിക്കുക. ചെമ്പ് കമ്പനികൾ അഗ്രങ്ങൾ ലായനിയിൽ മുക്കി വയ്ക്കുക. എന്താണ് കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിലെ ഈ പറയുന്ന സോഡിയം ക്ലോറൈഡ് എന്തായിട്ട് മാറും, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്തായിട്ട് ഫോം ചെയ്യും ഉണ്ടോ, എന്നിട്ട് അതൊരു പിങ്ക് കളറിലോട്ട് അത് മാറും. ഓക്കെ, സോഡിയം ക്ലോറൈഡും അതേപോലെ തന്നെ, അതായത് സോഡിയം ക്ലോറൈഡ് അണ്ടർഗോ ഡിസോസിയേഷൻ, അതായത് അതിനെ എന്ത് സംഭവിക്കും, വിഘടിക്കും അല്ലെ. എന്നിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലെ ഫിനോഫ്തലിൻ എന്തായിട്ട് വരുന്നത്, അത് പിങ്ക് കളറായിട്ട് വരുന്നത്. നമുക്ക് ആസിഡ് ആൻഡ് ആൽക്കലിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ അത് ബേസ് ഫോം ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്തായിട്ട് മാറി, അത് പിങ്ക് നിറം ആയിട്ട് മാറും. ഈ പിങ്ക് നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, പിങ്ക് നിറം എന്താണ്, അത് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് അതിന്റെ സാന്നിധ്യത്തെയാണ് നമ്മൾ ഈ പറയുന്ന പിങ്ക് നിറം എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. സോഡിയം ക്ലോറൈഡ് ലായനിക്ക് വിഘടനം സംഭവിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ് കൂടി ഉൽപ്പന്നമായി ഉണ്ടാകുന്നു. ഇതാണ് ലായനിക്ക് പിങ്ക് നിറം. അപ്പൊ ആദ്യമേ ഈ ലായനി എന്തായിരിക്കും, ട്രാൻസ്പെറന്റ് ആയിരിക്കും. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വൈദ്യുതി കടത്തിവിടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പറയുന്ന സോഡിയം ക്ലോറൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതെന്തായിട്ട് മാറി, ബേസ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് അത് എന്താകുന്നത്, പിങ്ക് നിറമാകുന്നത്. വൈദ്യോർജം ആഗിരണം ചെയ്ത രാസപ്രവർത്തനങ്ങളെ എന്ത് പറയുന്നുണ്ട്, വൈദ്യോർജം ആഗിരണം ചെയ്ത ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലിസിസ് എന്നറിയപ്പെടുന്നത്. അല്പം ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കും. എന്താണ്, ജലം എന്തായിട്ട് മാറും, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും. ഇവിടെ വൈദ്യോർജം ആഗിരണം ചെയ്താണ് ജലം എന്ത് ചെയ്യുന്നത്, വിഘടിക്കുന്നത്. അതായത് ഇതൊരു വൈദ്യുത വിശ്ലേഷണമാണ്. വൈദ്യുത വിശ്ലേഷണം ഇലക്ട്രോളിസിസ് ആണ്. ഇനി നമുക്കറിയാവുന്നതാണ്, സ്വർണം പൂശിയ ആഭരണങ്ങൾ, സ്പൂണുകൾ, വെള്ളി പൂശിയ അലങ്കാര വസ്തുക്കളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നത് കാണുന്നുണ്ട് അല്ലെ. ഇരുമ്പ് വളയിൽ ചെമ്പ് നമുക്ക് പൂശണം. എന്താണ്, ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശണം. അപ്പം നമ്മളിവിടെ ഇതാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇരുമ്പ് വളയാണ്, അതിൻ്റെ ഉള്ളിൽ ഒരു സൾഫേറ്റ് ലായനിയുണ്ട്, ചെമ്പ് തകിട്. ഈ ചെമ്പ് തകിട് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു. നമുക്ക് എന്താണോ പൂശേണ്ടത് അതിനെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പം ഇരുമ്പ് വളയിൽ നമുക്ക് വെള്ളി പൂശണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ചെമ്പ് തകിടിന് പകരം ഇവിടെ വെള്ളി തകിട് വെക്കണം. അതായത് പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് എന്താണോ ഏറ്റവും പുറമേ കാണേണ്ടത് അതിനെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ബീക്കറിൽ എടുത്തിരിക്കുന്ന ലായനി ഏതാണ്, കോപ്പർ സൾഫേറ്റ് ലായനിയാണ് എടുത്തിരിക്കുന്നത്. ചെമ്പ് തകിട് ഏത് ടെർമിനലുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്,
പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. വള ഏതാണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വളയ്ക്ക് മുകളിൽ ചെമ്പിന്റെ ചുവപ്പ് നിറം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെമ്പിന് പകരം വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ ലോഹത്തകിടിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നമ്മൾ എന്ത് പൂശണം? അവിടെ ഘടിപ്പിക്കണം? അവിടെ വെള്ളി ഘടിപ്പിക്കണം. പൂശേണ്ട ലോഹത്തിന്റെ തകിടാണ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ഘടിപ്പിക്കേണ്ടത്. എന്താണോ നമുക്ക് വേണ്ടത്, സ്വർണ്ണമാണ് പൂശേണ്ടതെങ്കിൽ പോസിറ്റീവായിട്ട് സ്വർണം വെക്കണം. അതേ ലോഹത്തിന്റെ ഒരു ലവണം ജലത്തിൽ ലയിപ്പിച്ച ലായനിയും ഉപയോഗിക്കണം. കണ്ടോ, നമ്മൾ കോപ്പർ ഉപയോഗിച്ചപ്പോൾ നമ്മൾ എന്തുപയോഗിച്ചു? സൊല്യൂഷനായിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചു. ഇരുമ്പ് വളയിൽ വെള്ളി പൂശേണ്ടതെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ വെള്ളിത്തകിടും സിൽവർ സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും ലായനികളുടെ മിശ്രിതം ഉപയോഗിക്കണം. കണ്ടോ, എന്താണോ പൂശേണ്ടത് അതിന്റെ പോസിറ്റീവിലും വെച്ചും അതിന്റെ സൊല്യൂഷനും വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. സ്വർണമാണ് പൂശേണ്ടതെങ്കിൽ സ്വർണ്ണത്തകിട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് ബന്ധിപ്പിക്കുകയും ഗോൾഡ് സയനൈഡിന്റെ സോഡിയം സയനൈഡിന്റെയും ലായനി ഉപയോഗിക്കണം. അപ്പൊ ഗോൾഡ് ആണ് വെക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പോസിറ്റീവിൽ എന്ത് കണക്ട് ചെയ്യണം? ഗോൾഡ് കണക്ട് ചെയ്യണം. അതിൻ്റെ ഉള്ളിലെ വെള്ളം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഗോൾഡ് സയനൈഡും സോഡിയം സയനൈഡിന്റെയും സൊല്യൂഷൻ ആയിരിക്കണം. വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾ മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്നതിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. ലേപനം ചെയ്യുക അല്ലെ. വൈദ്യുതി ഉപയോഗിച്ച് വേറൊരു സാധനം അതിന്റെ പുറമെ എന്ത് ചെയ്യും? നമ്മൾ കോട്ടിങ് കൊടുക്കുക. ചെറുനാരങ്ങ കൊണ്ട് ബാറ്ററി. ചിത്രത്തിൽ കാണുന്ന പോലെ ചെറുനാരങ്ങകളിൽ സിങ്ക് കോപ്പർ ആണികൾ ക്രമീകരിച്ച് അവയെ ചെമ്പ് കമ്പികൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. ഇവ ഒരു LED-യുമായി കണക്ട് ചെയ്യുക. എന്ത് സംഭവിക്കും? അവിടെ ഉറപ്പായിട്ടും ആ ബൾബ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കത്തുന്നുണ്ട്. അതിനെയാണ് നമുക്ക് നോക്കേണ്ടത്. എന്താ LED പ്രകാശിക്കുന്നത് ഏത് ഊർജം ഉപയോഗിച്ചായിരിക്കും? അവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് അല്ലെ. അവിടെ ചോദിച്ചിരിക്കുന്നത് ഈ വൈദ്യുത ഊർജത്തിന്റെ സ്രോതസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, അവിടെ നമ്മൾ വേറെ ഒന്നും വെച്ചിട്ടില്ല അല്ലെ. കുറേ ബൾബും ഇതും വെച്ചിട്ടുണ്ട്, ഒരു നാരങ്ങയും വെച്ചിട്ടുണ്ട്, ഒരു ബൾബും ഉണ്ട്. ചെറുനാരങ്ങയിലെ ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ വൈദ്യുതി എന്ന് പറയുമ്പോൾ എന്താണ്? ആ ലെമണിലെ ആസിഡ് ആണ്. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നവയാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ അഥവാ ഇലക്ട്രോകെമിക്കൽ. നമ്മൾ പറഞ്ഞു, ഫോട്ടോ കെമിക്കൽ പറഞ്ഞു, താപരാസപ്രവർത്തനം പറഞ്ഞു, അതേപോലെ പ്രകാശരാസപ്രവർത്തനങ്ങൾ പറഞ്ഞു, വൈദ്യുരാസപ്രവർത്തനങ്ങൾ. താപരാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? രാസപ്രവർത്തനം നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? താപത്തെ ആഗിരണം ചെയ്യുകയോ താപത്തെ പുറത്തേക്ക് വിടുകയോ ചെയ്യുമ്പോൾ അതിനെ താപരാസപ്രവർത്തനം എന്ന് പറയും. ഇനി രാസപ്രവർത്തനം നടക്കുമ്പോൾ പ്രകാശത്തെ ആഗിരണം ചെയ്യുകയോ പ്രകാശത്തെ പുറത്തേക്ക് വിടുകയോ ചെയ്താൽ അതിനെ പ്രകാശരാസപ്രവർത്തനം എന്ന് പറയും. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യോർജ്ജത്തെ ആഗിരണം ചെയ്യുകയോ അതിനെ പുറത്തേക്ക് വിടുകയോ ചെയ്താൽ എന്ത് പറയും? അതിനെ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ അഥവാ വൈദ്യരാസപ്രവർത്തനം എന്ന് പറയും. രാസപ്രവർത്തനങ്ങളിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. പദാർത്ഥങ്ങളുടെ ജ്വലനം കത്തുമ്പോൾ എന്ത് സംഭവിക്കും? താപം പുറത്തേക്ക് വിടുന്നു. പദാർത്ഥങ്ങളുടെ ചൂടേറ്റുള്ള വിഘടനം അതായത് താപത്തെ ആഗിരണം ചെയ്യുന്നുണ്ട്. ജൈവദീപ്തി ബയോലൂമിനൻസ് അവിടെ എന്താണ്? പ്രകാശത്തെയാണ് പുറത്തുവിടുന്നത്. ചെറുനാരങ്ങ കൊണ്ടുള്ള സെല്ല് അവിടെ എന്ത് സംഭവിച്ചു? വൈദ്യുതി പുറത്തുവിടുന്നു. സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം വരുമ്പോൾ എന്താണ്? അവിടെ വൈദ്യുതിയെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ്രവ്യരൂപങ്ങളെയും അവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പദാർത്ഥങ്ങളിലെ കണികാ ക്രമീകരണത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഖരം ദ്രാവകമാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? തമ്മിലുള്ള ഖരം ദ്രാവകമാകുന്നു അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് കണികകളുടെ അകലം അല്ലെ, അകലം എന്ത് സംഭവിക്കും? ഖരം ദ്രാവകമാകുമ്പോൾ അകലം കൂടും. പിന്നെന്താണ്? അട്രാക്ഷൻ അല്ലെ. അട്രാക്ഷൻ എന്താണ് നമ്മൾ പറയുന്നത്? ആകർഷണ ബലം. ഓക്കെ, ആകർഷണം എന്തായിരിക്കും സംഭവിക്കുന്നത്? ആകർഷണം അവിടെ കുറയും അല്ലെ. അകലം കൂടുന്നതനുസരിച്ച് ആകർഷണം കുറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ എന്ത്? വേഗത, സ്പീഡ്, പാർട്ടിക്കിൾസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ എന്താണ്? എനർജി എന്ത് സംഭവിക്കും? എനർജി അതേപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കും. എന്താണ്? ഖരം ദ്രാവകമാകുമ്പോൾ. ഇനി ദ്രാവകം വാതകമാകുവാണ്. അപ്പൊ എന്താണ്? ദ്രാവകം വാതകം എന്ന് പറയുമ്പോൾ അതൊന്നുകൂടെ സെയിം പ്രോസസ്സ് തന്നെയായിരിക്കും. കണികൾ തമ്മിലുള്ള അകലം കൂടും, ആകർഷണം കുറയും, അതേപോലെ തന്നെ സ്പീഡ് കൂടും. എന്താണ്? എനർജിയും എന്ത് സംഭവിക്കും? കൂടും. ഇനി വാതകം ദ്രാവകമാകുവാണ്, ബാക്കിലോട്ട് വരുവാണ്. സോ നേരെ റിവേഴ്സ് പ്രോസസ് ആയിരിക്കും. കണികകൾ തമ്മിലുള്ള അകലം എന്തായിരിക്കും? കുറയും. ആകർഷണം എന്ത് ചെയ്യും? കൂടും. സ്പീഡ് എന്ത് ചെയ്യും? കുറയും. എനർജി എന്ത് ചെയ്യും? എനർജിയും അവിടെ കുറയും. കണ്ട, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്. തന്നിരിക്കുന്ന രാസപ്രവർത്തനങ്ങൾ പുറത്തുവിടുന്ന ഓർ ആഗിരണം ചെയ്യുന്ന പ്രധാന ഊർജ്ജ രൂപം ഏതാണ്? അവ ഏതുതരം രാസപ്രവർത്തനമാണെന്നും ചോദിച്ചിട്ടുണ്ട്.
നമ്മൾ ആദ്യം പറഞ്ഞു അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും കൂടി പ്രവർത്തിക്കുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? താപത്തെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് പറയാം? തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് പറയാം അല്ലെ. തെർമോ കെമിക്കൽ ആണത്, തെർമോ കെമിക്കൽ. ഓക്കെ, ഏത് തരം രാസപ്രവർത്തനം? തെർമോ കെമിക്കലാണോ, ഫോട്ടോ കെമിക്കലാണോ, ഇലക്ട്രോ കെമിക്കലാണോ എന്നാണ് ചോദിക്കുന്നത്. ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നു, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് എനർജി, വൈദ്യുത ഊർജം എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലെ, സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതിന് എന്ത് പറയാം നമുക്ക്? ഇലക്ട്രോ കെമിക്കൽ, വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറയാം. മിന്നാമിനുങ്ങ് മിന്നുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ലൈറ്റ് എനർജി, പ്രകാശോർജത്തെ റിലീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന് എന്ത് പറയാം? ഫോട്ടോ കെമിക്കൽ, പ്രകാശ രാസപ്രവർത്തനം എന്ന് പറയാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുമ്പോൾ എന്താണ് അവിടെ? താപത്തെ ആഗിരണം ചെയ്യുന്നു. അപ്പൊ അതെന്താണ്? താപരാസപ്രവർത്തനമാണെന്ന് പറയാം. ചെറുനാരങ്ങ ഉപയോഗിച്ച് LED പ്രകാശിക്കുന്നു, ഇവിടെ എന്താണ്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെ. ഉൽപ്പാദിപ്പിക്കുമ്പോഴും നമുക്ക് അതിന് എന്ത് പറയാം? ഇലക്ട്രോ കെമിക്കൽ, വൈദ്യുത രാസപ്രവർത്തനമാണെന്ന് പറയാനായിട്ട് പറ്റും. ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികളെടുത്ത് ചൂടാക്കുന്നു. ടെസ്റ്റ് ട്യൂബിന്റെ വായ് ഭാഗത്ത് ഒരു എരിയുന്ന ചന്ദനത്തിരി കൊണ്ടുവരിക. എന്ത് സംഭവിക്കും? എന്താണ് ഫസ്റ്റ് വരുന്നത്? സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഇത് ബേൺ ചെയ്യും അല്ലെ. ആ ചന്ദനത്തിൽ എന്ത് ചെയ്യും? അത് ഇവിടെ പറയുന്നത് ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിനെടുത്ത് തരികളെടുത്ത് ചൂടാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്ത് എരിയുന്ന ചന്ദനത്തിരിയാണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? അത് കത്തും. പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതായിരിക്കും? അവിടെ ഓക്സിജൻ ആണ് ലിബറേറ്റ് ചെയ്യുന്നത് കേട്ടോ, ഓക്സിജൻ. ഏത് തരം രാസപ്രവർത്തനമാണ് ഇവിടെ? താപരാസപ്രവർത്തനം. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? സിൽവർ നൈട്രേറ്റ് മുക്കി വെയിലത്ത് വെച്ച് ഒരു വെളുത്ത തുണി കറുത്തു പോകുന്നു. കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. എന്താണ്? ഏത് ഊർജ്ജരൂപമാണ് ഇവിടെ രാസമാറ്റത്തിന് കാരണമായത്? പ്രകാശരാസം അല്ലെ. പ്രകാശമാണ്, ലൈറ്റ് എനർജിയാണ്, ലൈറ്റ് എനർജിയാണ്. ഇത്തരം രാസപ്രവർത്തനങ്ങളുടെ പൊതുവായ പേരെന്താണ്? പ്രകാശ രാസപ്രവർത്തനം അഥവാ എന്ത് പറയാം നമുക്ക്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. സോഡിയം ലോഹം ജലവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ എന്തൊക്കെയാണ്? അഭികാരകങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സോഡിയവും ഉണ്ട്, അതേപോലെ തന്നെ വാട്ടറും ഉണ്ട്. എന്തായിരിക്കും അവിടുത്തെ ഉൽപ്പന്നം? അവിടുത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH ഉണ്ടാകും, അതേപോലെ തന്നെ ഹൈഡ്രജനും ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇനി നെക്സ്റ്റ് വരേണ്ടത് മൂലകങ്ങളും സംയുക്തങ്ങളുമാണ്. മൂലകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.